Thank you so much for your presence. Thank you. Please. ഹലോ എവരിവൺ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വാക്ക് ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചെന്നറിഞ്ഞ് വിളിച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും അതിലുപരി എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടി പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം സ്വാക്ക് രൂപീകരിച്ച മുതൽ നിരന്തരം ഞാനുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു. പല കാര്യങ്ങളും പരസ്പരം ഡിസ്കഷൻ ചെയ്ത് തീരുമാനിക്കാൻ അവരും ഞങ്ങളുടെ കൂടെ ഞങ്ങളങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ കഴിഞ്ഞ 10-35 വർഷമായി ഞാൻ ബിസിനസ് ചെയ്ത് വരുന്നുണ്ട്. എന്നിരുന്നാലും 2017 എന്ന വർഷത്താണ് ഞങ്ങളെ ബാംഗ്ലൂർ മർച്ചൻ്റ് അസോസിയേഷൻ അഥവാ BMA എന്ന സംഘടനയ്ക്ക് ബീജാഭാവം നൽകിയത്. അന്ന് അവിടെ ആ സംഘടന തുടങ്ങുമ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ബാംഗ്ലൂർ പോലുള്ള പട്ടണത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു വലിയൊരു ആകുലത മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒട്ടും തന്നെ ഞങ്ങളെ അലോസരപ്പെടുത്താതെ ഇന്ന് 8 വർഷമായി അതിൻ്റെ അമരസ്ഥാനത്തിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ബുദ്ധിമുട്ടുന്ന എല്ലാ കച്ചവട സുഹൃത്തുക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഏകദേശം 500-ൽ പരം സൂപ്പർ മാർക്കറ്റ് മാത്രം ഞങ്ങളുടെ അസോസിയേഷനിൽ അംഗത്വമായിട്ടുണ്ട്. അതൊക്കെ വലിയൊരു കാര്യം. ഒരു ബാംഗ്ലൂർ പോലെ സിറ്റിയിൽ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് വർഷമായിട്ട് ബാംഗ്ലൂരിൽ ഇപ്പം ഏകദേശം 60-70 വർഷക്കാലമായിട്ട് ബാംഗ്ലൂരിൽ അവിടെ എത്തി മലയാളികൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ 70 വർഷക്കാലത്തിലും ബിസിനസ് ചെയ്തു വരുന്നതല്ലാതെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനോ ഒരു ഒരു സംഘടനയുടെ രൂപത്തിൽ കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഒരുപാട് പേര് അതിന് പരിശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. കാരണം അവിടെ നമ്മളെന്നും കച്ചവടക്കാരായി ആദ്യം പോയ സമയത്ത് 2ാം സ്ഥാനത്തായിരുന്നു നമുക്ക് എപ്പോഴും സ്ഥാനം. അവിടെയുള്ള ആളുകളുടെ ഒരു മനോധൈര്യം, മറ്റുള്ള നാട്ടിൽ നിന്ന് വന്ന ഒരാൾ എന്നുള്ള നിലക്ക് നമുക്ക് എത്രത്തോളം പ്രാധാന്യം തരുന്ന നിങ്ങൾക്കറിയാമല്ലോ. അതുപോലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കച്ചവടം ചെയ്യണമെങ്കിൽ. അപ്പം 2017 ഞങ്ങളെ ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരു നാമകരണം ചെയ്ത് തുടങ്ങി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കമ്പനി സുഹൃത്തുക്കൾ പലരും ഉണ്ടായിരിക്കാം. അവർ തന്നുകൊണ്ടിരിക്കുന്ന മാർജിൻ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ MNC മൾട്ടിനാഷണൽ കമ്പനിയും ഓൺലൈനിൻ്റെ അതിപ്രസരത്തിലാണ്. ഇന്ന് ബാംഗ്ലൂർ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടക്കുന്നത്. അവരോട് പടപൊരുതിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കീഴെ 500-ൽ പരം സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ 15,000-ൽ പരം ആളുകൾക്ക് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. 15,000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അവിടെ പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് ജോലിക്കായിട്ട് ആ നാട്ടിലുള്ളവരും അതുപോലെ നോർത്ത് ഇന്ത്യൻസൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ള രൂപത്തിലും എല്ലാവരെ കാണും. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യാൻ വളരെ പ്രയാസകരമാണ്. പ്രത്യേകിച്ചിട്ട് ഈ ഓൺലൈനിൻ്റെ അതിപ്രസരം അത് കേരളത്തിലുമുണ്ട്. എങ്കിലും ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് റീറ്റെയിൽ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ റീറ്റെയിൽ മേഖലയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സ്വാക്ക് എന്ന രൂപത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ഘടകം തന്നെയാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ 1990 കാലഘട്ടത്തിലാണ് ബാംഗ്ലൂരിലേക്ക് ഒരുപാട് സ്വപ്നവുമായി തുടർ പഠനവും ജോലിയും എന്നൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരേക്ക് കുടിയേറിയത്. പഠനം കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും കച്ചവടത്തിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കച്ചവടത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറും ബേക്കറിയൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഒരു 10-12 വർഷമായിട്ടുള്ളൂ സൂപ്പർ മാർക്കറ്റ് എന്നതിലേക്ക് കൺവേർട്ടായിട്ട്. ആ സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ ആദ്യമായിട്ട് ഞങ്ങളാണ് ഡെലിവറി എന്ന സിസ്റ്റം കൊണ്ടുവന്നത്. ഒരു പാല് അല്ലെങ്കിൽ ഒരു തൈര്, ഒരു പാക്കറ്റ് ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും ഉടനെ ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ എത്തിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് ഓൺലൈനുകാർ 10 മിനിറ്റിനുള്ളിൽ സെപ്റ്റോ പോലുള്ള ഒരുപാട് കമ്പനികളുണ്ട്, ആ പേര് പറയുന്നില്ല, അവരൊക്കെ 10 മിനിറ്റിനുള്ളിലാണ് എത്തിക്കുന്നത്. പക്ഷേ ഈ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള കച്ചവടക്കാർ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് കച്ചവടക്കാർക്ക് പ്രചോദനമായിട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ എക്സ്പോ
കാണുമ്പോൾ കഴിഞ്ഞ 2 വർഷം മുന്നേ വന്ന സമയത്ത് ഞാനിവിടെ വന്നിരുന്നു എക്സ്പോ. ഈ എക്സ്പോ ഒക്കെ കാണാൻ വളരെയധികം സന്തോഷമുണ്ട്. ഇവർക്ക് ഇത്ര രൂപത്തിലൊരു എക്സ്പോ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ സംഘാടകരെ ഞാൻ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഞങ്ങൾക്കിങ്ങനെ ഒരു എക്സ്പോ സംഘടിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ അത്രയും ആളുകളുണ്ട്. ജനബാഹുല്യം കൊണ്ട് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ ഇത്രയും വലിയ ഹാളൊക്കെ വേണം. അല്ലെങ്കിൽ വലിയൊരു ഗ്രൗണ്ട് ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും ഞങ്ങളും ഇതൊക്കെ കണ്ട് ചെയ്യാം എന്ന് തന്നെയാണ് ഞങ്ങളെ ഒരു വിശ്വാസം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കമ്പനികളുടെ മാർജിൻ്റെ വിഷയത്തിലൊക്കെ ഈ സ്വാക്കിൻ്റെ പ്രവർത്തകർ നമ്മളെ വിളിക്കാറുണ്ട്. അതിനുവേണ്ട സഹായങ്ങൾ എന്നെക്കൊണ്ടാവുന്ന രൂപത്തിലുള്ള എല്ലാ സഹായവും ഞാൻ എന്നും സ്വാക്കിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഈ വൈകിയ വേളയിൽ മുഷിപ്പിക്കുന്നില്ല. പല ആളുകളും ഭക്ഷണം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഒരിക്കൽ കൂടി എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആശംസകൾ അറിയിക്കുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ബ്രാഞ്ചുകളൊക്കെ ആയി. റീറ്റെയിൽ രംഗത്ത് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ മാക്സിമം അവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പം കൂടുതലായി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്മകളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതുപോലെ കച്ചവട സുഹൃത്തുക്കൾ എന്നും ഐക്യത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രയാണമായിരിക്കണം ബിസിനസ്സിൽ വേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ജയ് ഹിന്ദ്, ജയ് സ്വാക്.